ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. രാവിലെ തന്നെ സ്കൂളിലോട്ട് വരുന്ന വഴിക്ക് അടിപൊളി മഴയായിരുന്നു. മഴയൊക്കെ നനഞ്ഞ് ഞാൻ സ്കൂളിൽ വന്നതിന് ശേഷം അന്ന് നമുക്ക് രാവിലെ കുഞ്ഞുങ്ങൾക്ക് പുട്ടും കടലയായിരുന്നു. കടലയൊക്കെ ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. കടലയൊക്കെ കോന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനതിന് ശേഷം പോയി നമുക്ക് നാളെ വെള്ളിയാഴ്ച നമുക്ക് അച്ചാറിന് വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഞാൻ തട്ടി വെച്ചതിന് ശേഷം നമ്മുടെ പുട്ടും കടലയൊക്കെ അടുപ്പിലാക്കി കൊടുത്ത് അതിനുശേഷം നമുക്ക് നാരങ്ങ ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി എടുക്കണം. അപ്പോൾ നമുക്ക് അരിയണ സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് നിൽക്കും. അപ്പോൾ ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് ഞാൻ ഒടിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കും. കാരണം അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് ഇട്ട് കൊടുത്താൽ അത് അഴുക്കൊക്കെ കോന്ന് അതിൻ്റെ ചെളിയൊക്കെ പോയി ഇരിക്കും. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് മീൻ കറിയും ചോറുമാണ്. അപ്പോൾ സാറ് തലേന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ തിരികെ വെച്ച് ആ സമയത്ത് നമ്മളുടെ പുട്ടും കടലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി. അതിനുശേഷം ഉച്ചത്തുള്ള മീൻ കൊണ്ടുവന്ന് സാറ് കൊഴിയാളയും പാരയുടെ ചെറിയ മീനുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മീനിനുള്ള അരപ്പ് അരച്ച് എടുക്കണം. അപ്പോൾ തേങ്ങ തിരികെ വെച്ചതുകൊണ്ട് എളുപ്പമായിരുന്നു നമുക്ക് അരപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ മല്ലിയും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ ഉലുവയും കൂടെ ഒന്ന് മൂപ്പിച്ച് എടുത്ത് അരപ്പൊക്കെ അരച്ചതിന് ശേഷം അരപ്പിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ അരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പിൽ ആക്കി കൊടുക്കും. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പൊന്ന് ചൂടായി വന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ നാരങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് നാരങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ചോറ് റെഡിയായി. അപ്പോൾ ഇന്ന് അപ്പച്ചനാണ് എനിക്ക് വന്ന് ചോറെടുത്ത് വെച്ച് തന്നത്. അപ്പോൾ തലേന്ന് എൻ്റെ കൈ പൊള്ളിയത് കൊണ്ട് അടുത്ത് ഉള്ള ഒരു കുട്ടിയുടെ അമ്മ വന്ന് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി തരുന്നത്. ഇത് നമ്മളുടെ സ്കൂളിലുള്ള PTA ടീമിൻ്റെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടികൾ വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ആ കുട്ടികളോട് നോക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ പുളി ഇഞ്ചിക്ക് വേണ്ട എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ കായൊക്കെ ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് സെറ്റായി വരും അവിടെ. ആ നേരം ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ നമ്മുടെ നാരങ്ങ അച്ചാറിന് വേണ്ട അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചത് നമ്മുടെ നാരങ്ങയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഗ്യാസ് അടച്ച് അവിടെ വെച്ച് അത് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വന്ന സമയത്ത് അത് റെഡിയായി കിട്ടുക. ആ സമയം കൊണ്ട് നമ്മുടെ 2 ടീച്ചർമാർ വന്ന് നമുക്ക് തലേന്ന് വേണ്ട. ഇന്നലെ നമ്മൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ കുറേ കരിഞ്ഞൊക്കെ വെച്ച് അച്ചാറൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് പോയത്. ഇന്ന് വെള്ളിയാഴ്ച 13 ഇന്നാണ് ഇവിടെ നമ്മൾ ഓണപ്പരിപാടി. അപ്പോൾ ഇന്ന് അടുത്ത പരിപാടിയിലോട്ടൊക്കെ പോകാൻ ഇപ്പം ആരുമില്ല, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ സ്കൂളിൽ. അപ്പോൾ ഞാനിപ്പോൾ കഞ്ഞിക്കിടും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ബ്രെഡും പഴവുമാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇത് ഞാൻ കഞ്ഞിക്കിടും. പിന്നെ അങ്ങോട്ടും പെട്ടെന്ന് പണികളൊക്കെ തീർക്കുക. പിന്നെ വരും ആരെങ്കിലുമൊക്കെ വന്ന് തേങ്ങയൊക്കെ തിരികെ തരണം, ആ ഒരു പ്രതീക്ഷയുണ്ട്. വരുമായിരിക്കും, നമ്മളെ അമ്മമാരല്ലേ, വന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ പണികളോട് അപ്പോൾ നമ്മൾ തലേന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ സാധനങ്ങളൊക്കെ പറക്കി വെച്ച് അതിന് ശേഷം നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളം ഇടണമെന്ന് വിചാരിച്ച് വെള്ളത്തിനുള്ള പാത്രമൊക്കെ കഴുകി വെച്ച് എന്നിട്ട് അടുപ്പ് കത്തിച്ച് നമ്മുടെ പുതിയ പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ 10 കിലോ അരിയുടെ ചോറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് എയർപോർട്ടിൻ്റെ അതോറിറ്റിയിൽ സ്കൂൾ തുറന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊണ്ട് തന്ന പാത്രമാണ്. അപ്പോൾ ആ പാത്രം അടുപ്പിൽ വെച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പായസത്തിന് വേണ്ട ശർക്കര ഒന്ന് പൊട്ടിച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് ഉരുകാൻ വേണ്ടി ഒരടുപ്പിലാക്കി കൊടുത്ത് അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ പോയി ഓരോ മലക്കറികൾ എടുത്തു കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ തലേന്ന് ടീച്ചർമാർ പച്ചടിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. സാമ്പാറിനും അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇനി അവിയലിനുള്ള കഷ്ണങ്ങൾ മറ്റും അരിഞ്ഞാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം ഒന്ന് ചൂടായി. അപ്പോൾ ഞാൻ അരിയൊക്കെ എടുത്ത് ഒന്ന് കഴുകി നമ്മളുടെ വെള്ളം ചൂടായതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കും കേട്ടോ. കാരണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് കൊടുത്താൽ നമ്മൾ പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്കത് ശ്രദ്ധിക്കേണ്ട. വല്ലപ്പോഴും ഒന്ന് പോയി ഇളക്കി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി.
അതൊന്ന് അടച്ചവിടെ വെച്ചതിന് ശേഷം ഞാൻ അവിയലിൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ച് എടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ ശർക്കരയൊക്കെ ഉരുവി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ വെള്ളരിക്കും ഞാൻ അടുപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് പച്ചടിക്കുള്ള. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ PTSM അപ്പച്ചൻ വന്ന സമയം കൊണ്ട് പോയി നമ്മുടെ അത്തത്തിന് വേണ്ട നമ്മുടെ സ്കൂളിൽ വിരിഞ്ഞ പൂക്കളുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് വെളിയിൽ വന്നപ്പോൾ അപ്പച്ചൻ വന്നിട്ട് തറ കഴുകി തുടക്കുകയാണ്. കാരണം അവിടെയാണ് അത്ത ഇടേണ്ടത്. ആ സമയം നമ്മുടെ വെള്ളരിക്ക പച്ചടിക്കുള്ളത് റെഡിയായി. അപ്പോൾ ഞാൻ അതിൻ്റെ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അരച്ച്. അപ്പോൾ ഞാൻ പച്ചടിക്ക് വേണ്ട തേങ്ങ ഞാൻ തിരികെ എടുത്ത് കാരണം ഇതുവരെ ആരും വന്നിട്ടില്ല. ആ സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ സാറ് വന്ന് അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടെ സാർ കൊണ്ടുവന്ന് അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം നമ്മുടെ അരിക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മുടെ അരപ്പൊന്ന് യോജിപ്പിക്കുന്ന സമയത്ത് സാറ് വരെയാണ്. നമ്മുടെ HM ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നത് സാറ് അറിഞ്ഞിട്ടില്ല. അപ്പം സാറ് നോക്കുകയാണ്. എന്നിട്ട് സാറിന് സന്തോഷമായി നടക്കട്ട് ആ വീഡിയോകളൊക്കെ എടുക്ക് എന്ന് പറഞ്ഞിട്ട് സാർ അങ്ങ് പോയി. ആ സമയത്ത് എനിക്ക് തലേന്ന് ടീച്ചർ സിമി ടീച്ചർ എന്നാണ് പേര്. സിമി ടീച്ചർ എനിക്ക് കാബേജ് അരിഞ്ഞുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് കാരണം എൻ്റെ കൈക്ക് വയ്യാത്തത് കൊണ്ട് ടീച്ചർ കൊണ്ടുപോയി. ടീച്ചർ കാബേജ് പിറ്റേന്ന് രാവിലെ അരിഞ്ഞുവർക്ക് കൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തന്നതിന് ശേഷം ഞങ്ങളിൽ നിന്ന് സംസാരിക്കുകയാണ്. ആരെയും കാണുന്നില്ലല്ലോ, സമയം ഒരു 9 മണിയൊന്നും ആവണതേ ഉള്ളൂ. ആ സമയത്ത് നമ്മളുടെ HMൻ്റെ ഭാര്യയും കൂടെ അടുക്കളയിൽ വന്ന് നോക്കുകയാണ് എന്തൊക്കെയാണെന്ന്. അപ്പോഴാണ് നമ്മുടെ വിമല ടീച്ചറും കൂടെ അടുക്കളയിൽ വന്നു. പക്ഷേ ഇവർക്കാർക്ക് ഇന്ന് എന്നെ സഹായിക്കാൻ വരാൻ പറ്റില്ല. കാരണം തിങ്കളാഴ്ച നമ്മുടെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഒരു അവധി ഉണ്ടായിരുന്നു നമുക്ക്. ആ അവധി കാരണം പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പരീക്ഷയുണ്ട് രാവിലെ മുതൽ ഉച്ച വരെ. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഓണപരിപാടികളൊക്കെ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓണപരിപാടി നടത്തിയിട്ട് കുട്ടികൾക്കുള്ള സദ്യയൊക്കെ കൊടുത്ത് വീട്ടിൽ വിടാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്, അരിഞ്ഞു പറക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് തേങ്ങ തിരുവി കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ വന്ന് തുടങ്ങി. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഫസ്റ്റ് വന്നത്. അടുക്കളയിൽ വന്ന് അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് എന്നെ ജോലിയിൽ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊന്ന് അത്ത ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ സാറും ഒക്കെ കൂടെ നിന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്നു. ഇപ്പുറത്ത് സ്റ്റേജിൽ കളമൊക്കെ വരച്ചിട്ടിരിക്കണതാണ് പൂക്കൾ ഇടാൻ വേണ്ടി. പൂക്കളിട്ട് തുടങ്ങിയില്ല. ആ സമയത്ത് നമ്മുടെ സാമ്പാർ റെഡിയായി വന്ന് ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കും എന്ന് വെച്ചാൽ പച്ചടിയായി സാമ്പാറായി. അപ്പോൾ ഇനി അവിയലും തോരനും കിച്ചടിയും പരിപ്പൊക്കെ നമുക്ക് വെക്കണം. അപ്പോൾ അതൊന്ന് റെഡിയായി സാമ്പാറായതെന്ന് കണ്ടപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കും കേട്ടോ അടുപ്പിൽ നിന്ന്. അതിന് ശേഷമാണ് ഞാൻ നമ്മളുടെ പച്ചടിക്ക് വേണ്ട അരപ്പ് ഞാൻ അരച്ചെടുക്കണത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പായസത്തിനുള്ള കടല ഒരാൾ കഴുകുന്നുണ്ട് അവിടെ നിന്നിട്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഒരാൾ വേറെ എന്തോ ജോലി ചെയ്യുന്നുണ്ട്, ഒരമ്മ. അപ്പോൾ നമ്മുടെ പച്ചടിയും റെഡിയായി. അപ്പോൾ അച്ചാറും പച്ചടി രണ്ടെണ്ണം അച്ചാറും ആയിട്ടുണ്ട്. പച്ചടി കിച്ചടിയായി, സാമ്പാറായി, പരിപ്പായി, ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി തോരൻ വയ്ക്കണം. അതിന് പായസത്തിന് വേണ്ട തേങ്ങ ഒന്ന് അരച്ച് പാലെടുക്കണം. ആ ജോലികളൊക്കെ ഉള്ളൂ. ആ സമയം കൊണ്ട് കുക്കറിനകത്തോട്ട് കടലയൊക്കെ ആക്കി ഒരു ആൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് അവിടെ നിന്നിട്ട് എന്തോ ഗ്യാസ് അടുപ്പ് ചായ വെച്ചിരുന്നു. അപ്പോൾ ചായയും ബ്രെഡുമാണ് കേട്ടോ ഞങ്ങളന്ന് കഴിച്ചത്. അപ്പം ഞങ്ങൾ പണി കൊത്തൽക്കൽ നിർത്തി വെച്ചിട്ട് ചായയും ബ്രെഡും കഴിക്കുന്ന സമയത്ത് വേറൊരു കുട്ടിയുടെ രക്ഷിതാവ് വന്ന് നമ്മൾ അവരെ നോക്കി എന്തോ സംസാരിച്ചിട്ട് അവർ അകത്ത് കയറി വന്ന്. അപ്പോൾ അവർക്ക് ഞാൻ ചായയും ബ്രെഡും കൊടുക്കും കഴിക്കാൻ വേണ്ടി. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടാണ് ഒരുങ്ങി വന്നാട്ടാ. അപ്പം നമ്മളുടെ ഫുഡെല്ലാം റെഡിയായി ഇരിപ്പുണ്ട്. അച്ചാറ്, തോരൻ, പരിപ്പ്, സാമ്പാർ, പായസം അടുപ്പിലിരിപ്പുണ്ട്. അപ്പം ടീച്ചർ വന്നൊന്ന് പായസം ഒന്ന് ഇളക്കിയാണ്. അപ്പോൾ നമ്മുടെ പപ്പടം റെഡിയായിരിപ്പുണ്ട്. അടച്ച് ഞാനതവിടെ വെച്ച് ചോറായി. അപ്പോൾ നമ്മുടെ വിമല ടീച്ചർ വന്ന് ഒന്ന് ഇളക്കി നോക്കിയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി തട്ടെ ഈ പ്രാവശ്യം എനിക്ക്. എല്ലാവരും വന്ന് ഇടയ്ക്കിടയ്ക്കിങ്ങനെ വന്നൊക്കെ എന്നെ നോക്കി. അപ്പോൾ അതിനുശേഷം നമ്മുടെ സദ്യ വിളമ്പുന്നെന്ന് പറഞ്ഞ് ഞാൻ വന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആൾക്കാരും സദ്യ കഴിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, എനിക്കതിൻ്റെ മൊത്തത്തിലുള്ള ഇലയിൽ വയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഇച്ചിരി തിരക്കായിപ്പോയി ആ സമയത്ത്.
അപ്പോൾ എല്ലാവരും കുട്ടികളെല്ലാം ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടാ. കഴിച്ചുകൊണ്ടിരിക്കുന്ന സാറുമാരും ടീച്ചർമാരും ഒക്കെ ഇതൊക്കെ 1ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളാണ് കേട്ടാ. ഇത് അവരുടെ അമ്മമാരൊക്കെയാണ്. 1 മുതൽ 7ാം ക്ലാസ് വരെ ഉണ്ട്. അപ്പോൾ ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ രക്ഷിതാക്കൾക്ക് കൊടുക്കണത്. പക്ഷേ ഈ പ്രാവശ്യം ഇച്ചിരി കൂടെ സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക്, അതുകൊണ്ട് രക്ഷിതാക്കളും കൂടെ ഇരുന്നു കേട്ടാ. അപ്പോൾ നമ്മുടെ ഭയാസാണ് കേട്ടോ ആ മോൻ പറയുന്നത് സദ്യയൊക്കെ സൂപ്പറാണ് ആൻറ്റി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടിരുന്ന് കഴിക്കുകയാണ്. അപ്പം പായസം വിളമ്പണ സമയമാണ് കേട്ടോ. ഈ പായസം വിളമ്പണ ആൾ നമ്മുടെ PTCM നമ്മുടെ പിയൂണാണ് കേട്ടോ. അപ്പച്ചനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ച് അതായത് ടീച്ചർമാരും PTA പ്രസിഡൻറ്റും ഒക്കെ ഫുഡുകളൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. ടീച്ചർമാർ വെള്ളം ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഒഴിച്ച്. അപ്പോൾ എല്ലാവരും കുട്ടികളുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷം കേട്ടാ. ചിരിച്ചിട്ടൊക്കെയാണ് ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാം. അപ്പം ആ കുഞ്ഞിനെ വെച്ചിട്ട് ഇത് നമ്മൾ സിമി ടീച്ചർ വെള്ളമാണ് ഒഴിക്കണം കേട്ടോ കുട്ടികൾക്ക് വേണ്ടി. അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോൾ നമ്മുടെ TTCയിലെ കുഞ്ഞു പെൺകുട്ടികളുണ്ടല്ലോ, അവർക്ക് അന്ന് മോഡൽ എക്സാം വെച്ചതുകൊണ്ട് കുട്ടികൾ രാവിലെ ഉച്ചയ്ക്ക് ആവാറായപ്പോൾ വന്ന് പെട്ടെന്ന് ചോറും കഴിച്ചിട്ട് കുറച്ച് പായസവും പ്ലേറ്റിൽ ഒഴിച്ച് കുടിച്ചിട്ട് കുഞ്ഞുങ്ങൾ പോയി. അവർക്ക് അടുത്ത ഉച്ചയ്ക്കും പരീക്ഷയുണ്ട്. അപ്പോൾ ബാക്കി പായസം ഞാനും ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്ത് അവിടെ സദ്യ വിളമ്പുന്നിടത്ത് കൊണ്ടുപോകണമല്ലേ. അപ്പോൾ എല്ലാവരും സദ്യ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാറുമാരും PTCM പിയൂണും ടീച്ചർമാരും ഒക്കെയാണ് ഇരിക്കുന്നത് കഴിക്കുക. അപ്പോൾ ആദ്യം HM അവരൊക്കെ കഴിച്ചവർ എണീറ്റിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് HM സാറും ഒക്കെ കൂടെയിട്ട് ഞങ്ങൾക്ക് വിളമ്പി തരികയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരിടത്തിരുന്ന് കഴിച്ച് അതിനുശേഷം വന്ന് അടുക്കളയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു പാത്രമൊക്കെ തേച്ച് സഹായിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് ഇനി 10 ദിവസം നമുക്ക് അവധിയല്ലേ സ്കൂള് എന്ന് വെള്ളിയാഴ്ച അടച്ചു. ഇനി നമുക്ക് 23-ാം തീയതി തുറന്നാൽ മതി. അപ്പോൾ എൻ്റെ പാത്രങ്ങളും ചെലവൊക്കെ കൊണ്ട് അമ്മ അങ്ങ് പോയി. ഇപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടാറ്റ, സീ യു.